വിളയിച്ച കർഷക കൂട്ടായ്മയുടെ കഥയാണ് ഒന്നാണ് നമ്മൾ. കുടിയേറ്റ കർഷകരെന്നും ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. ഇന്നവർ വിളയും ജീവനും നിലനിർത്താനുള്ള മരണപ്പാച്ചിലാണ്. അതിജീവനത്തിനായുള്ള അവസാന പോരാട്ടം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇനി എപ്പോഴാണോ തിരിച്ചു വരിക? തിരിച്ചു വന്നാൽ അവറ്റകൾ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. സൂക്ഷിക്കണം. ഈ കാടുകളിലുള്ള വന്യജീവികളെ കുറിച്ച് നമ്മൾ എത്ര നാളിങ്ങനെ ഇവിടെ കാവൽ ചെയ്യും? ആർക്കറിയാം? ഈശോയെ, ജീവൻ മഴയെ മനസ്സിലായി കാത്തിരിക്കും. ഇനി എന്താണ് തീരുക? കാട്ടാനക്കൂട്ടം മാത്രമല്ല, കാട്ടുപോത്തും പന്നിയും മാരും മയിലും കുരങ്ങും വരെ ഈ കുടിയേറ്റ കർഷകരെ പരീക്ഷിക്കുക. വെള്ളപ്പൊക്കവും പേമാരിയും ഒക്കെ നാട്ടിൽ നാശം വിതയ്ക്കുന്നു. കഷ്ടകാലം അല്ലാതെന്താ? കണ്ടു നോക്കേണ്ട അധികാരികൾ പരസ്പരം വഴിയാരി രാഷ്ട്രീയം കളിക്കുന്നു. നല്ല വർദ്ധിച്ച നമ്മുടെ കൊച്ചാപ്പിച്ചാണ് ഇന്നലെ വരാൻ പറഞ്ഞിട്ട് എന്താ ഇന്ന് വരാൻ? 4-5 ദിവസമായി ആ പാവം നമ്മളോടൊപ്പം ഇരുന്ന് ഉറക്കളിക്കുകയല്ലേ. കാലിന് വയ്യാത്ത വേദനയുണ്ട്. എങ്ങനെ വേദന ഉണ്ടാകാതിരിക്കും? വയ്യാത്ത കാലുമായി എന്നും രാത്രി കൃഷിയില്ല. നമുക്കൊപ്പം എന്തിന് വേദന അച്ചായ കുട്ടിയുണ്ടായിരുന്നല്ലോ. ഉള്ളിയുള്ളവർക്ക് നല്ല രസമാണ്. പഴയകാല കഥകളും നാടൻ പാട്ടുകളും തമാശകളും ഒക്കെയായി ആദ്യം ഒരു രസം. അതെ അതെ, എടി ശോശം, ഭയങ്കരതാ. ഈ വെള്ളം വെള്ളം മാത്രം മതി അച്ചായ. ദേ നല്ല ചെണ്ടുമുറിയെ കപ്പ പുഴുങ്ങിയതും കാന്താരി പൊടിച്ചതും കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കട്ടെ? ചെണ്ടമുറിയും കപ്പയും
പാതിരാത്രി വിളക്കി കാവലിരിക്കാൻ പോയപ്പോൾ പന്നിക്കൂട്ടം കണ്ടു. അവറ്റകളിൽ ഇടത്തേക്കാലൊന്ന് കുത്തിയെടുത്തു. ഒട്ടും കളഞ്ഞില്ലടോ ഈ കച്ചാപ്പി. അച്ചായ, കാല് വയ്യെങ്കിലും അച്ചായനിന്ന് ഒത്തരാണ് പണിയെടുക്കുമല്ലോ. ഇല്യാസേ, കൺമുമ്പിൽ ഒത്തിരി ദുരന്തം കണ്ട ഈ കൊച്ചാപ്പി ഇപ്പൊ തേടോ ശരിക്ക് തടഞ്ഞു. ഈ മുറ്റത്തും തൊടിയിലും ഒരു പൂമ്പാറ്റപ്പോലോടെ നടന്നിട്ട് കുഞ്ഞാറ്റേര് അവളെ കാട്ടാനെ കൊന്നു കൊല വിളിച്ചില്ലേ? നമ്മൾ വനപ്പത്തിലേക്ക് നിവേദനം കൊടുത്തു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം എത്രയും വേഗം കിട്ടും. കഴിച്ചു നടക്കുന്നു. എത്ര പണം കിട്ടിയാലും കുഞ്ഞാറ്റയ്ക്ക് പണിക്ക് വാങ്ങുമോ? ഒന്നുമില്ലാത്തവർക്ക് ഒരു ആശ്വാസമാകില്ലേ ആ ദിവസമായി? ആശ്വാസം, ആശ്വാസം തന്നെ. അപ്പന്റെ കൈ പിടിച്ച് ഈ കാടും മേടും കയറി വരുമ്പോ എനിക്ക് 10 വയസ്സാണ്. കാട് വെട്ടാനും കൈക്കൊണ്ടിൽ കിടക്കാനും രാത്രി കാലങ്ങളിൽ നിർമ്മാണത്തിലിരുന്ന് പാട്ടക്കുട്ടികളുടെ കാട്ടുജന്തുക്കളെ പുറത്തുമായിരുന്നു. ഇടുക്കിയിൽ നിന്ന്, മാലിയിൽ നിന്ന്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്, കോട്ടയത്തിൽ നിന്ന് കുടിയേറിയ പല ഉശിരുള്ള നസ്രാണിയ ചായന്മാരാ ചുറ്റോട് ചുറ്റും. അത് ഞാനും കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. മനുഷ്യർ വന്നെത്താൻ മേടിച്ച മലയോര ഗ്രാമങ്ങൾ മസൂരിയോടും മലമ്പനിയോടും പൊരുതി മണ്ണിൽ പൊന്നി വിളയിച്ച് കൃത്യപ്പെടുന്ന ആദ്യപ്പറയാൻ കൂട്ടായ്മ മറ്റേതുണ്ട ചായ. ആ ഇന്നൊക്കെ ഞങ്ങളുടെ കൂട്ടമായി നാടുപെട്ടു. ഏറ്റവും മുമ്പിൽ വടക്കരയുമായി ഓരോ നാണയത്തുട്ടുകൾ കാട്ടിലേക്ക് വാരി വലിച്ചു. പിന്നെ തമ്മിപ്പറക്കാനുള്ള മരണപ്പാച്ചില കയ്യിലുള്ള പണിയായുധം കൊണ്ട് കാടും പടലും മുറ്റത്തിലേക്ക്. മണ്ണിൽ പൂണ്ട ചില്ലറ തൊട്ടുകൾ ചിലർക്ക് കിട്ടും, പലർക്കും കിട്ടത്തില്ല. അതൊക്കെ ഒരു കാലം. അങ്ങനെ വെട്ടിത്തെളിച്ചുണ്ടാക്കിയതാണോ കണ്ട മലയും കുന്നുമൊക്കെ? ചേമ്പും ചേനയും കാച്ചിലും കപ്പയും ഒക്കെ ഇവിടെ 100 പേര് കഴിയും. രാസവളവും കീടനാശിനിയൊന്നും വേണ്ട. പച്ചിലി, ചാണകം, ചാരവും അതൊക്കെ അന്നത്തെ ജൈവവളം. അല്ലാതെന്താ? അന്നൊക്കെ തീച്ചു തേടി കാട്ടുജന്തുക്കൾ ജനവാസ ഇടങ്ങളിലോട്ട് വരില്ല. ഇപ്പത്തെ കാട് ശോഷിച്ചു. പുതിയ നിയമവും ചട്ടവും വന്നപ്പോ കാട്ടുജന്തുക്കളൊക്കെ നാട്ടിലും നാട്ടുകാരെല്ലാം വരും വഴിയിലും. ഒരു താൻ തിരിച്ചവരായി കുടിയേറ്റ മലപ്പാമ്പിനോടും മലമ്പനിയോടും പൊരുതിയിച്ച കുടിയേറ്റ ജനതയുടെ ചരിത്രം ഏതെങ്കിലും ഒരു പുസ്തകത്താൽ എഴുതുന്ന സത്യം. അങ്ങനെ കുടിയേറിയ വയൽക്കാർ ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച കുടുംബമായി. പിന്നെ ക്രിസ്തീയ മൂല്യം അടിയുറച്ച ഒരൊറ്റ സമുദായം.
സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നു. ദൈവം മറ്റൊന്ന്. ദൈവത്തിന്റെ മനസ്സറിയാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? അതെ, അതെ. ദൈവത്തിന് പരീക്ഷിക്കുവാൻ പാവം എന്റെ ജീവിതം ബാക്കി. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. നിന്റെ കഷ്ടപ്പാടും കുടുംബവും അടുത്തറിഞ്ഞ എനിക്ക് എന്തൊരു കുഞ്ഞെനിക്കെത്തിയ സുബ്ബേജി, എന്നെ പോലെ എത്ര അമ്മമാരുടെ തോരൻ കണ്ണീരാണ് ഈ ഗ്രാമത്തിനോട് ഒഴുകുന്നത്. അതിനൊരു അർത്ഥം വരുത്താൻ ഞാൻ ബലിയാടാണ്. ഇനിയെങ്കിലും ഞാൻ എന്റെ പൊന്നോടുള്ള കടമ തീർക്കട്ടെ. എന്തിനാണ് കരയാൻ മാത്രമായ ജീവിതം എന്റെ കുഞ്ഞിന് കൊടുത്തത്? അമ്മ മരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല പൊട്ടി പെണ്ണായി. പിന്നെ ചെറുപ്രായത്തിലെ കല്യാണം, മദ്യപിച്ച് കണ്ണിലോകം ബാധിച്ച കെട്ടിയവൻ രക്തം ഛർദ്ദിച്ച് മരിച്ചപ്പോൾ വല്ലാ കഷ്ടമുണ്ട്. പിന്നത്തെ ജീവിതം മോൾക്ക് വേണ്ടിയായി. അവിടെയാണ് കരുമൂത്ത കാട്ടാനയുടെ രൂപത്തിൽ മരണം തട്ടിയത്. കുഞ്ഞാറ്റേനെ കൊണ്ട് നീ കാട് കയറിയിട്ടില്ല. മറ്റേതോ ജീവനെടുക്കാൻ അവന്റെ ദൂരം കാത്തിരിക്കുകയാണ്. അതുപോലെ കഷ്ടപ്പെട്ട് ഗതികയാണ്. അല്ലാതെ എന്താ? ഇതേപോലെ ഒട്ടേറെ ജീവിത പ്രശ്നങ്ങൾ കടന്നു വന്നവളാണ് ഞാൻ. കണ്ടുവച്ച നേരത്ത് കീറുപാഴയിൽ കൊണ്ട് കുറേ ഇറച്ചി കഷ്ണം എന്റെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ അതെന്നെ കിട്ടിയവന്റെ ചേർന്ന് എന്റെ ശരീരമായിരുന്നു എന്ന് സ്വപ്നത്തിൽ പോലും കരുതില്ല. അറമണ ജീവിതം സമ്മാനിച്ച ദുരന്തം ബോധം തെളിഞ്ഞപ്പോൾ ഒന്ന് മനസ്സിലായി. ഇനി താങ്ങായി തട്ടലായി കിട്ടിയവൻ എനിക്കൊപ്പമില്ലെന്ന്. ഇന്നതോർത്ത് ഞാൻ കരയാറില്ല. കാരണം അനുഭവങ്ങൾ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു. കുടിയേറ്റ കർഷകരായി ഓരോരുത്തർക്കും പറയാം. ഇങ്ങനെ ഒട്ടേറെ വൃന്ദ കഥകൾ മനസ്സിലിനെ കുറിച്ച് പശുക്കളായി കൊന്നു. എന്റെ ദൈവമേ, ഇന്ന് പശുക്കളാണെങ്കിൽ നാളെ മനുഷ്യരായതാണ്. ഈശോയെ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പേടിയാകുന്നു. ശരിയാ. വന്യജീവിയെ സഹിക്കാൻ പറ്റാതെ സർക്കാരിൽ നക്കാപ്പിച്ച കാശ് വാങ്ങി പലരും കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് പോകെ നാട്, വീട്, ബന്ധങ്ങൾ എല്ലാം അവർക്ക് അന്യമാവുന്നു. ശരീര, നീയും ഞങ്ങളോടൊപ്പം സമരമുഖത്തിലാണ്. പുരോഹിതന്മാരും സഭാമേലധ്യക്ഷന്മാരും എല്ലാം നമ്മളോടൊപ്പമുണ്ട്. ഒരു പുരുഷായുധം മുഴുവൻ സമ്പാദിച്ചതൊക്കെ ഈ കാട്ടുമൃഗങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വെക്കേണ്ട ദുരവസ്ഥ ഈ നാടിന്റെ ചാമാണ് സുബ്ബേജി. വന്യജീവികൾ നമ്മുടെ ശത്രുക്കളല്ല സെലീന. ക്ഷയമേ കാടിനുള്ളിൽ തന്നെ നിലനിർത്താനുള്ള പദ്ധതികളാണ് ഉണ്ടാവേണ്ടത്. ഒന്നരെ, എത്ര രാത്രികൾ ഞങ്ങൾ കാവലിരിക്കും? എത്ര ഉറക്കമാണ് ഞങ്ങൾ ഉച്ചവയ്ക്കും? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കൃഷിയിടങ്ങളാണ്. മണ്ണിൽ പറന്ന് മണ്ണിലേക്ക് മടങ്ങുന്നവരാണ് മനുഷ്യർ. എന്നാൽ മണ്ണിൽ കൊണ്ടുവളയുന്ന നിങ്ങൾ യഥാർത്ഥ അവകാശം. സ്വന്തമെന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഉയർപ്പൊഴുകി പടന്ന വിളകളെല്ലാം ആ കാട്ടുജന്തുക്കൾ കൊണ്ടുപോയി. അവറ്റുകൾ കാട് കയറിയാല് ഞങ്ങളുടെ മക്കളുടെ വിഷം പടർന്നു. കുടിയേറ്റവും നെയ്യേറ്റവും രണ്ടും രണ്ടാ. പരിസ്ഥിതിലോല പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ ജനവാസ കേന്ദ്രങ്ങൾക്ക് അതിരിടുന്ന അധികാരികൾ പാറമട മാഫിയകൾക്ക് മുന്നിലെത്തുമ്പോൾ തിരളവുകൾ ചുരുക്കുന്നു. നോക്ക്, പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥകൾക്കും ഒപ്പം മനുഷ്യനും അവയുണ്ടാക്കിയ വിഭവങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെടണം. അത്
വർഗവും ഒന്നാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുവിളിക്കണം. ഒന്നാണ് നമ്മൾ.